അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ പാർട്ട് 4ലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സ്റ്റോക്ക് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുവാണ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ള ഒരു നിയർ ബൈ മാർക്കറ്റ്, ലേറ്റസ്റ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ ദാറ്റ് ഒരു വെജിറ്റബിൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫിഷ് മാർക്കറ്റ് നമ്മളൊന്ന് അസ്യൂം ചെയ്യുക നമ്മുടെ വീടിനടുത്തുള്ള. അപ്പോൾ അവിടെ നമ്മൾ എന്തിനായിട്ടാണ് പോകുന്നത്? നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി നീഡ്സിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ് പോവുക. അപ്പോൾ അതുപോലെ തന്നെ അവിടെ എന്താണ്, കച്ചവടക്കാരുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ബയറാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ്, കമ്പനീസിന്റെ ഷെയറുകൾ വാങ്ങിക്കാനായിട്ട് പോകുന്ന ബയേഴ്സ് ഉണ്ടാവും അല്ലെ. ഷെയർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി അല്ലെ, ഒരു കമ്പനിയുടെ ഓണർഷിപ്പാണ്. അപ്പോൾ പലതരം കമ്പനീസിന്റെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഷെയറുകൾ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവും. നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൽ എന്താണ് പോയി കഴിഞ്ഞാൽ അവിടെ സെല്ലേഴ്സ് ഉണ്ട് അല്ലെ, പച്ചക്കറി അല്ലെങ്കിൽ ഫിഷ് വിൽക്കുന്ന സെല്ലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെന്താണ്, നമുക്ക് സാധനം തരുവാണ്. അപ്പോൾ സെല്ലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ബയറാണ്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ്, കമ്പനീസിന്റെ ഷെയറുകൾ ഉണ്ടാവും, നമുക്കത് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഷെയർ നമ്മൾ വാങ്ങിച്ച ഷെയർ നമുക്ക് വിൽക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സുഗമമാക്കുന്ന ഒരു പ്ലേസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത്. ഓക്കെ, ഇപ്പോൾ ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസിന്റെ ഷെയർ വാങ്ങിക്കുന്ന ഒരു സ്ഥലം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലെ. വാങ്ങിച്ച ഷെയർ വിൽക്കാനും പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഷെയറുകൾ വാങ്ങിക്കാനും പറ്റും. അപ്പോൾ ഷെയർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ്? ഡെഫിനേഷൻ ആണ്, ജസ്റ്റ് ലൈക്ക് we go to the neighborhood kirana store or supermarket to shop for our daily needs. Similarly, we go to stock market to shop for investments അല്ലെ. നമ്മുടെ നിയർ ബൈ കുട്ടൻചേട്ടന്റെ കട അല്ലെങ്കിൽ നമ്മുടെ നിയർ ബൈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ ഡെയിലി നീഡ്സിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത് എന്തിനാണ്, നമുക്ക് കമ്പനീസിന്റെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് വെയർ ഓൾ ദ പാർട്ടിസിപ്പൻസ് ഹു വിഷ് ടു ട്രാൻസാക്ട് ഇൻ ഷെയർസ്. അതായത് കമ്പനീസിന്റെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നത്. The primary purpose of the stock market is to help you facilitate your transactions. So if you want to buy the shares of the company, the stock market will help you to meet the seller and vice versa. Means സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ഒരു വിൽപ്പനക്കാരനെ അല്ലെങ്കിൽ ഒരു സെല്ലറിനെ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരും. അതുപോലെ തന്നെ നമുക്കൊരു കമ്പനിയുടെ ഷെയർ വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കാനുള്ള ആളെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സുഗമമാക്കുന്ന പ്ലേസിനെയാണ് അല്ലെങ്കിൽ സ്ഥലത്തെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുക. ഇവിടെ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുണ്ട്. Unlike the supermarket, the stock market does not exist in brick or mortar form. It exists in electronic form. You can access the market electronically from your computer and conduct transactions. അല്ലെ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ്, നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ വഴി നമുക്ക് കമ്പനീസിന്റെ ഷെയർ വാങ്ങിക്കാവുന്നതാണ്. ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ ടു നോട്ട് ദാറ്റ് യു ക്യാൻ ആക്സസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് വിയ രജിസ്റ്റേർഡ് ഇന്റർമീഡിയറി കാൾഡ് ദ സ്റ്റോക്ക് ബ്രോക്കർ അല്ലെ. ഒരു സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറി നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് വരുന്നത്, ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE ആൻഡ് ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. മുൻപ് വളരെയധികം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടെന്ന്, പക്ഷേ അപ്പോൾ അതൊന്നും ഇതുവരെ സർവേ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് മീൻസ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു സ്ഥലം വേണമല്ലോ, അപ്പോൾ അതിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുക. അപ്പോൾ കമ്പനീസിന്റെ കാര്യങ്ങളും ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ബിൽഡിംഗ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വഴി നമുക്ക് ഷെയറുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മളിപ്പോൾ നേരെ ചെന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല സൂപ്പർ മാർക്കറ്റ് പോലെ, അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ 10 മിനിറ്റിൽ കൂടുതൽ നമ്മൾ പോകുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നമ്മൾ എന്താണ് സ്റ്റോക്ക് ബ്രോക്കർ, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പങ്കെടുക്കുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.